അന്നിക്കണം നിപ്പ് നോക്കിയേ എന്തിട്ട് അവൻ്റെ പ്രൗഡി. യുണൈറ്റഡ് കിങ്ഡം, അതായത് നമ്മുടെ ലണ്ടൻ്റെ ഹൃദയഭാഗത്ത്. അപ്പോൾ വെൽക്കം ടു ബി ഇൻസ്പയർഡ് ബൈ ലിജോ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വ്ളോഗ് നമ്മുടെ ലണ്ടൻ ബ്രിഡ്ജിനെ പറ്റിയുള്ളതാണ്. അപ്പോൾ ബ്രിഡ്ജിൻ്റെ വിവിധ ആംഗിളിൽ നിന്നുള്ള വ്യൂ. ലണ്ടനിൽ വന്നിറങ്ങിയപ്പോൾ കണ്ടത് ആ പോണതാണ് നമ്മുടെ തേംസ് നദി. ആ നദിയുടെ കരയിലാണ് ഈ ബിൽഡിംഗ് മുഴുവൻ കെട്ടിപ്പൊക്കി ഇത്രത്തോളം വളർന്ന് പന്തലിച്ചെടുക്കുന്ന ഈ ലണ്ടൻ നഗരം. അങ്ങ് സൂക്ഷ്മമായി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ബ്രിഡ്ജ് കാണാം. വേണ്ട, ആ കിടക്കണതാണ് ലണ്ടൻ ബ്രിഡ്ജ്. അപ്പം അന്ന് നോട്ടട്ടോ ഇത് കാണണമെന്ന്. റെഡിക്ക് ഫ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ലണ്ടൻ്റെ പൂർണ്ണമായൊരു പിക്ചർ ഫ്ലൈറ്റിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. അതൊരു നല്ല വ്യൂ തന്നെയാണ് കേട്ടോ അത്. അപ്പോൾ പാലത്തിൻ്റെ മുകളിലാണ് നമ്മൾ, അങ്ങ് മുകളിൽ നോക്കിയാൽ ഗ്ലാസ് ഇട്ടിട്ടുള്ളൊരു പാലം കിടന്ന് ഫോട്ടോ എടുക്കണണ്ട. അടിയിൽ കൂടെ പോണ നോക്കിയേ, ഇത് എൻജിൻ റൂം. ഈ സാധനം തിരിഞ്ഞിട്ടാണ് ഈ പാലം പൊന്തിക്കണത്. അപ്പോൾ വിശദമായിട്ട് നമുക്ക് നോക്കാം. പാലത്തിൽ നിന്നുള്ള വ്യൂ നോക്കിയേ, കിഡ് വ്യൂ ആണ്. നോക്കിയത് ആഹാ, ലണ്ടൻ നഗരത്തിൻ്റെ പ്രധാന എല്ലാ സംഭവങ്ങളും നമുക്ക് ഇവിടെ നിന്ന് നിരീക്ഷിക്കാം. അപ്പോൾ നമ്മൾ ആ പാലത്തിലേക്ക് പോവാട്ടോ. വിശേഷങ്ങൾ കൂടുതലായിട്ട് നമുക്കറിയാം. ലണ്ടൻ ബ്രിഡ്ജ് ടിൻസി, നമ്മളാ കേരളത്തിലെ മരൊട്ടിച്ചാൽ കിടന്ന ഈ മനുഷ്യൻ ഈ ലണ്ടൻ ബ്രിഡ്ജിൽ വരുന്നൊന്നും ഒരിക്കലും ആഗ്രഹിച്ചല്ല കേട്ടോ. നമുക്ക് ദൈവം തമ്പുരാൻ അനുവദിച്ച കാരണം വന്ന. അപ്പോൾ 1886 പണി തുടങ്ങിയ ഒരു പാലാണത്. എന്നെ സെറ്റപ്പാന്ന് നോക്കിയേ. ആ തേംസ് നദിയിലൂടെ ആ എന്താ പറയുക, ജലമാർഗത്തിൽ വരുന്ന സാധനങ്ങൾക്ക് തടസ്സമില്ലാതിരിക്കാൻ വേണ്ടി അവർ സൃഷ്ടിച്ചത്. പൊങ്ങുന്നതും താഴുന്നതുമായ പാലം. ഇത് കാണാനാണ് ലണ്ടനിലേക്ക് ആളുകൾ വരുന്നത്. റെഡിക്കും പറഞ്ഞ ടവർ ബ്രിഡ്ജ് എന്നാണ് ഇതിൻ്റെ പേര് കേട്ടോ. ലണ്ടൻ ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ നോർമൽ ഒരു പാലം അപ്പുറയുണ്ട്, പക്ഷേ ലണ്ടൻ ടവർ ബ്രിഡ്ജ് എന്നാണ് ഇതിൻ്റെ പേര്. സന്ദർശകർക്ക് അനുവദിച്ച ടൈം 9:30 തൊട്ട് 6 മണി വരെയാണ്. പക്ഷേ 5 മണി കഴിഞ്ഞാൽ അവർ എൻട്രി ക്ലോസ് ചെയ്യും. മുൻകൂട്ടി ടിക്കറ്റ് എടുക്കാം, അല്ലെങ്കിൽ അവിടെ എൻട്രൻസ് ഉണ്ട്, അവിടെ ടിക്കറ്റ് കിട്ടുന്നതാണ്. ഒരു അഡൽട്ടിന് 12.5 പൗണ്ടും അതേപോലെ തന്നെ കുട്ടികൾക്ക് 6.5 പൗണ്ടുമാണ്. മനോഹരമായ വ്യൂ തന്നെയാണ് മോളിൽ നിന്ന് സമ്പാദിക്കുന്നത്. കണ്ട എന്നെ രസം നോക്കിയാൽ ആ തേംസ് നദി ഒഴുകുന്ന ഒരു കപ്പൽ പാർക്ക് ചെയ്ത് നോക്കണുണ്ട് അവിടെ കൊണ്ട്. അത് കുറേ നാളായിട്ട് അങ്ങനെയൊക്കെ എടുക്കുന്ന കേട്ടോ. ആ ക്രാസിയൊക്കെ വെച്ച് നോക്കി അതിൻ്റെ രൂപകൽപ്പന എന്നെ മനോഹരമായിട്ട് ആ പാലം ചെയ്തിരിക്കുന്നത്. അങ്ങ് മുകളിലേക്ക് നോക്കുമ്പോൾ തല ഫുള്ള് അങ്ങ് ഉയർത്തണം കേട്ടോ നമ്മൾ. വലിയൊരു കൂട്ടം ജനം ഞങ്ങൾ ചെന്ന ദിവസം തന്നെ കാണാനുണ്ട്. ഇതാണ് ആ എൻട്രൻസ്. നമ്മൾ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ സെക്യൂരിറ്റി ചെക്ക് ഉണ്ട്. ഫുള്ള് ഒരുപാട് അവർ നമ്മൾ ചെക്ക് ചെയ്യും. അത് കഴിഞ്ഞ് ഉള്ളിലേക്ക് കിടക്കുമ്പോൾ ഇതേപോലെ ഒരു വീഡിയോ വെച്ചിട്ടുണ്ട്. അന്ന് ആ ബിൽഡിംഗ് പണിതപ്പോഴും അതിൻ്റെ ഇനാഗ്രേഷനും ആ സമയത്തെ കാലഘട്ടത്തിലെ ആ പാലത്തിൻ്റെ വർക്കിംഗ് അല്ല. മനോഹരം തന്നെയാണ് അത് നമുക്ക് സമ്പാദിക്കുന്നൊരു കാര്യം. അപ്പം ഞങ്ങൾ നോർത്ത് ടവറിലാണ് ഞങ്ങൾ ആദ്യം കയറിയത്. അതായത് അപ്പുറ സൈഡിൽ വെസ്റ്റിൽ അത് എന്താ പറയുക, മെയിൻ്റനൻസ് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അത് കാരണം നോർത്തിലേക്ക് വന്നിട്ടാണ് ഞങ്ങൾക്ക് എൻട്രൻസ് വന്നത്. അവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ ഉള്ളത്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ലിഫ്റ്റ് ഉണ്ട്. അത് കാരണം ഉപകാരമായി. ഇതിൻ്റെ മുകളിൽ വരെ ലിഫ്റ്റിൽ പോയി, അല്ലെങ്കിൽ ഇത് മൊത്തം ഒരു 200 പടികളടക്കമുണ്ട്, നമുക്ക് നടന്ന് കയറേണ്ടി വരും. അപ്പോൾ ഇപ്പം നമ്മളുള്ള നോർത്ത് ടവറാണ്. ഇതിൻ്റെ 2 സൈഡിലും പാലമുണ്ട്, അതായത് നടക്കാനായിട്ട്. അപ്പോൾ നോർത്ത് ടവറിൽ നിന്ന് നേരെ വെസ്റ്റ് ടവറിലോട്ട്, അതുപോലെ സൗത്തും ഈസ്റ്റിലേക്കുള്ള 2 നടപ്പാതകളും കൂടിയുണ്ട് അപ്പുറം. നോക്കിയേ അതിൻ്റെ ആ ഇരുമ്പിൻ്റെ ഫ്രെയിമുകൾ നോക്കി എന്നെ സെറ്റപ്പായിട്ടാണ് നോക്കിയ പാലം. എന്നെ ഹൈറ്റാണെന്നറിയോ ഇത്. അത്രയും ഹൈറ്റിൽ നിന്നിട്ടാണ് നമ്മൾ ഈ വ്യൂ ആസ്വദിക്കാൻ പോണേ. തേംസ് നദിയിലേക്ക് നമ്മളിങ്ങനെ നോക്കുക. അപ്പം ഇങ്ങനെ ഒരു കപ്പൽ അവിടെ കൊണ്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്. പണ്ടത്തെ യുദ്ധ കപ്പലാന്നൊക്കെ പറയണോ, എനിക്ക് കൂടുതൽ അതിനെപ്പറ്റി അറിയത്തില്ല. പക്ഷെ അതവിടെ കൊണ്ട് അവർ നിർത്തിയിട്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ഇത് കിട്ടൂട്ടാ പിള്ളേർ പോണപ്പോൾ ഓക്കെ ഓക്കെ. Abia, you got sticker. Oh, well done. Abia? Oh, perfect. അത്യാവശ്യം നല്ല താഴ്ചയുണ്ട് കേട്ടോ. കാരണം വലിയ ആൾക്കാരൊക്കെ തല ഇറങ്ങിയിട്ടും പലരും പേടിച്ചവിടെ നിൽക്കുന്നുണ്ട്. പിള്ളേർക്കൊരു പേടിയില്ല, കൂസലായിട്ട് കിടക്കണേ. എൻ്റെ അടിയിലുള്ള ഈ പാലാണ് പൊന്തിച്ച് ഷിപ്പ് പോണത് കാണാം. പക്ഷെ ഇപ്പോൾ പൊക്കണില്ല കേട്ടോ. അത് മുൻകൂട്ടി മറ്റേ ബോട്ടിൻ്റെയും അല്ലെങ്കിൽ വലിയ എന്താ പറയുക കപ്പലിൻ്റെയൊക്കെ ആൾക്കാർ മുൻകൂട്ടി വിളിച്ചു പറഞ്ഞ് അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്താലാണ് ഈ പാലം പൊന്തിക്കത്തുള്ളൂ. അപ്പോൾ അവിടെ ഓർമ്മകളുടെ പണ്ടത്തെ അവരുടെ ഉപകരണങ്ങളൊക്കെ അവർ ഇതിൽ ഗ്ലാസ്സിലൊക്കെ വെച്ചിട്ടുണ്ട്. പണ്ടത്തെ എന്താ പറയുക കോൺട്രാക്ടേഴ്സ്
അന്നത്തെ ഉദ്ഘാടനത്തിൻ്റെ പിക്ചറ്, പണിയുടെ നിർമ്മിതികളുടെ വിവിധ ഭാഗങ്ങളൊക്കെ അവരവിടെ എന്താ പറയുക, നമുക്ക് എളുപ്പം മനസ്സിലാവുന്ന രീതിയിൽ തന്നെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഈ വീഡിയോ ദൃശ്യങ്ങൾ നമുക്ക് വളരെ ഉപകാരപ്രദമാണ്. കാരണം 8 വർഷം കൊണ്ടാണ് ഈ ഒരു പാലത്തിൻ്റെ പണി കഴിഞ്ഞത്. അപ്പം അതിൻ്റെ ഒരു സിമ്പിൾ അവർ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് കാണാൻ വേണ്ടി, മനസ്സിലാക്കാൻ വേണ്ടി അവിടെ ചെയ്തിട്ടുണ്ട്. വളരെ ഉപകാരപ്രദം തന്നെയാണിത്. എന്ത് മനോഹരമായിട്ടാണ് നോക്കിയാൽ പാലത്തിൻ്റെ നിർമ്മിതി. $11,000 ടൺ സ്റ്റീൽ കൊണ്ടാണ് ഈ പാലത്തിൻ്റെ ഫ്രെയിം ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ പാലം പൊന്തുന്നത് 86 ഡിഗ്രി ആംഗിളിലാണ് ഈ പാലം പൊന്തിക്കുന്നത്. ഒറ്റ തവണ പൊന്താനായിട്ട് വെറും 60 സെക്കൻഡ് മതി അതിൻ്റെ ടോപ്പ് വരെ പൊന്താനായിട്ട്. അങ്ങനെ സുഖമായിട്ട് അതിന് കടന്നു പോവാം. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ യൂബറിൻ്റെ കുറേ ബോട്ടുകൾ പോണ കാണാം കേട്ടോ. അത് പോകാനായിട്ട് ഈ പാലം പൊങ്ങേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ മുകളിൽ നിന്ന് നമുക്ക് നോക്കിയാൽ താഴെ വ്യൂ കാണാവുന്നതാണ്. അപ്പോൾ ഇവിടെ കുറേ ഫോട്ടോ എടുക്കാനൊക്കെ സംവിധാനമുണ്ട്. ലണ്ടൻ ബ്രിഡ്ജിൻ്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നോക്കിയേ, എന്നാ ടോപ്പിലേക്ക് വീണ്ടും ഹൈറ്റാണ് കേട്ടോ. അവിടെ കുറേ പണിക്കാരുടെ രൂപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കണ്ട. പണിയണ രീതിയിൽ അന്നത്തെ ഓർമ്മ അവർ ചെയ്തു വെച്ചിരിക്കുക. അപ്പോൾ ഇവിടെ ഒരു കാർഡ് അവർക്ക് എൻട്രിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ അതിനകത്ത് സ്റ്റാമ്പ് ചെയ്യാം, പിള്ളേർക്കൊരു ഇൻട്രസ്റ്റിന് വേണ്ടി, അതുപോലെ അറിവിനും വേണ്ടിയിട്ട് വിവിധ ഇൻഫർമേഷൻസ് എഴുതി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഗ്ലാസ്സാണ് ഫുള്ള് കവർ ചെയ്തിരിക്കുന്നത്. അവിടെ ഒരു ക്യാമറയുടെ ഒരു പടം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ നല്ലൊരു ആംഗിളിൽ നമുക്ക് അത് നല്ലൊരു വ്യൂ ഉണ്ടെന്നാണ് അർത്ഥമാക്കുന്നത്. അവിടെ നിന്ന് നോക്കുകയാണെങ്കിലും പിക്ചർ എടുക്കുകയാണെങ്കിലും നമുക്ക് കാണാം. ആ കാണുന്ന ബിൽഡിങ്ങാണ് സ്കൈ ഗാർഡൻ എന്ന് പറയുന്നത്. അവിടേക്ക് എൻട്രി ഫ്രീ ആണ് കേട്ടോ ആ ബിൽഡിങ്ങിലേക്ക്. അത് പക്ഷേ നമ്മൾ ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ആ ബിൽഡിങ്ങിൻ്റെ ടോപ്പിൽ പോയിട്ട് നമുക്ക് ആസ്വദിക്കാനായിട്ട് പറ്റും. വലിയൊരു റെസ്റ്റോറൻ്റ് ആണ് അത്. ബേസിക്കലി അതാണ് അവരുടെ ലക്ഷ്യം. പക്ഷേ എൻട്രി ഫ്രീ ആണ്. നമ്മൾ മുൻകൂട്ടി ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് അവിടേക്ക് സെക്യൂരിറ്റി ചെക്കിന് ശേഷം ആ ബിൽഡിങ്ങിൽ പോവാം. അത് ലണ്ടൻ്റെ പ്രോപ്പർ വ്യൂ നമുക്ക് ആ ബിൽഡിങ്ങിന് തരും. സ്കൈ ഗാർഡൻ കേട്ടോ, ഫ്രീ ആണ് എൻട്രി. അപ്പോൾ നമ്മുടെ ചെക്കൻ്റെ ഹാപ്പിയാണ്. ഇതിൻ്റെ മുകളിൽ അവനിങ്ങനെ ട്രൂവാന്നാണ് വണ്ടിക്ക് വിളിക്കുക അവൻ. അപ്പോൾ അവൻ ട്രൂവേനെ ആസ്വദിക്കുക. ഗ്ലാസിൻ്റെ നല്ലൊരു ഫ്രെയിം തന്നെയാണ് അവർ ഇട്ടിരിക്കുന്നത്, പേടിക്കൊന്നും വേണ്ട. പിന്നെ അത് ക്ലീൻ ചെയ്യാൻ എപ്പോഴും അവിടെ ജീവനക്കാരുണ്ട്. അവിടെ കിടന്ന് ഇരുന്നൊക്കെ ആൾക്കാർ ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്കൈ ഗാർഡൻ്റെ നിപ്പ് കണ്ട, അവിടെ ഞങ്ങൾക്ക് സമയമില്ലാണ്ടായിപ്പോയി, അല്ലെങ്കിൽ അവിടെ നിന്ന് കയറി കാണണമെന്നുണ്ടായിരുന്നു. എനിവേ ആ പാലത്തിൻ്റെ ഓപ്പണിങ്ങും അതുപോലെ തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ അവരൊരു വീഡിയോ പോലെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ ഈ ടിക്കറ്റിൽ നമുക്ക് എഞ്ചിൻ റൂം കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഇറങ്ങണ എഞ്ചിൻ റൂം, പക്ഷേ ഇവിടെ എൻട്രി കൊടുത്തിട്ടില്ല. ഇവർ വീണ്ടും പാലത്തിൽ നിന്ന് എക്സിറ്റ് ചെയ്തിട്ടാണ് അടുത്തൊരു എൻട്രിയിലാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാവരും കിടക്കണ കണ്ടപ്പോൾ അവനും കിടന്നു. ഞാനും വിചാരിച്ചു കിടന്നോട്ടെ, കാരണം ലണ്ടൻ ബ്രിഡ്ജിൻ്റെ മുകളിലൊക്കെ കിടക്കാൻ പറ്റുന്ന ഭാഗ്യം അത് സെറ്റപ്പ് തന്നെയല്ലേ. ഓക്കെ, അപ്പോൾ അവരുടെ കുട്ടിക്കാലത്ത് അവർക്കത് സാധിച്ചു. നമ്മൾ ലണ്ടൻ ബ്രിഡ്ജിനെ പോലെ ഈ പ്രായത്തിൽ കേട്ടിട്ടില്ല. അങ്ങനെ പടികൾ ഇറങ്ങുകയാണ് ഞങ്ങൾ. ആ ഒരു നോർത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ഇതേപോലെ ഇറങ്ങുന്ന ഭാഗത്തൊക്കെ ഇൻഫർമേഷൻസ് എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ഒത്തിരി ഉപകാരപ്രദം തന്നെ. പണ്ട് സ്റ്റീമിലാണ് ഈ പാലം പൊന്തിച്ചായിരുന്നത്. ഇപ്പോൾ അതൊരു ഹൈഡ്രോളിക് പ്ലസ് ഇലക്ട്രിക്കും കൂടെ ആക്കിയിട്ട് മാറ്റിയിരിക്കുകയാണ് ഇപ്പം. എൻ്റെ ഇറങ്ങിപ്പോണ വഴിയിൽ നിന്ന് ഇങ്ങനെ താഴേക്കുള്ള വ്യൂ നല്ല കിടു തന്നെയാണ് കേട്ടോ. നമ്മൾ ഇങ്ങനെ ആസ്വദിച്ച് പോകാം. നമുക്ക് സ്റ്റെപ്പ് പേടിക്കണ്ട, അത് നല്ല ഇരുമ്പിൻ്റെ നല്ല എന്താ പറയുക സ്റ്റീലൊക്കെ ചേർത്തിട്ടുള്ള നല്ല വർക്ക് തന്നെയാണ്. കാണുമ്പോൾ വുഡൻ പോലെയുണ്ട്. പണ്ട് കളറ് വേറെയായിരുന്നു, പിന്നെ ഇതിൻ്റെ കളർ ഇപ്പോൾ മാറ്റിയിരിക്കുന്നതാണ്. അപ്പോൾ രാത്രി ആയി തുടങ്ങി, ലൈറ്റൊക്കെ ഇട്ട് തുടങ്ങി. അത് ഞങ്ങൾക്കൊരു അട്രാക്ഷൻ തന്നെയായിരുന്നു. അപ്പം അന്ന് പണിയാൻ എടുത്ത കുറേ ഉപകരണങ്ങളും അതിൻ്റെ നിർമ്മിതികളുടെ ആളുകളുടെ വേഷവിധാനങ്ങളൊക്കെ അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല സ്നോഫാൾ ഉണ്ട് പുറത്ത്, വലിയ രീതിയിലില്ലെങ്കിലും അത് ഈ ലണ്ടൻ ബ്രിഡ്ജിൽ ഞങ്ങൾ എത്തിക്കഴിഞ്ഞപ്പോൾ കറക്റ്റ് അവിടെ സ്നോഫ് ചെയ്തു. വളരെ മനോഹരം തന്നെയായിരുന്നു. അപ്പോൾ നമ്മൾ എഞ്ചിൻ റൂമിലേക്ക് പോകാൻ വേണ്ടി എക്സിറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി പുറത്തേക്ക് നടക്കണം. ഒരു ബ്ലൂ ലൈൻ ഉണ്ട്, അതിനെ ഫോളോ ചെയ്താൽ നേരെ എഞ്ചിൻ റൂമിലേക്ക് എത്തും നമ്മൾ. അപ്പോൾ ഇതാണ് ആ പൊന്തുണം താഴെ പാലട്ടാ. കണ്ട ഒരു വിടവ് കണ്ട, അതങ്ങ് പൊന്തും ആ കപ്പലും ബോട്ടൊക്കെ വരുമ്പോൾ. അത് മുൻകൂട്ടി അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടാണ്. അപ്പോൾ ഞങ്ങൾ ഈ ജനുവരിയിൽ പോയേ, അടുത്ത ഫെബ്രുവരി 24-ാം തീയതിയാണ് ഇനി അടുത്ത് ബുക്ക് ചെയ്തിരിക്കുന്നത്. അന്ന് പോയി കഴിഞ്ഞത് പൊന്തണ കാണാം. അല്ലെങ്കിൽ ഈ കാണുന്ന യൂബറിൻ്റെ ബോട്ടുകൾ അതിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ തേരാപ്പാര പോണ്ടിട്ടാ. 4 പൗണ്ടൊക്കെ ഉള്ളൂ, അതിലൂടെ നമുക്ക് യാത്ര ചെയ്യാം. സമയമില്ലാത്ത കാരണം ഞങ്ങളത് ഒഴിവാക്കി. അപ്പോൾ അതിന് ഇത് പാലം പൊന്തിക്കേണ്ട ആവശ്യമില്ല.
അപ്പോൾ മനോഹരമായിട്ട് പാലത്തിൻ്റെ മുകളിൽ നല്ല ട്രാഫിക്കാണ്. ഞങ്ങൾ ആ സൈഡിൽ കൂടെ നടപ്പാതെ ഇന്ത്യയിലും നടന്നു. ഇപ്പോൾ ഇങ്ങനെ നോക്കി ബാക്കിലേക്കൊക്കെ ആ ലൈറ്റും കൂടെ കത്തിപ്പോണ്ടല്ലോ, ഭയങ്കര സെറ്റപ്പായി പോയി പാലം. അകലെ നിന്നുള്ള വ്യൂ കിട്ടുക കേട്ടോ ഈ പാലത്തിൻ്റെ. ഇപ്പോൾ എഞ്ചിൻ റൂമിലേക്ക് നമ്മൾ ഇറങ്ങുക, ബ്ലൂ ലൈൻ ഫോളോ ചെയ്ത് വന്നാൽ നമ്മൾ കണ്ട ബ്ലൂ ലൈൻ അതിങ്ങനെ എഞ്ചിൻ റൂം വരെ ഉണ്ട്. പുറത്ത് നല്ല സ്നാക്സൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഈ മഞ്ഞ് പെയ്യലും ഈ നല്ല ചൂടൊക്കെ കണ്ടപ്പോൾ നല്ല രസം. One please. Cash what? Yeah, cash please. Yeah. Cash? Yeah. Yeah. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ നാട്ടിലെ കപ്പലണ്ടിയില്ലേ, അതന്നെ കപ്പലണ്ടിയും അങ്ങനത്തെ കുറച്ച് നട്ട്സുകൾ, ഒരു ശർക്കര നീരാന്ന് തോന്നുന്നു, അത് തിളപ്പിച്ചിട്ട് അതിലിട്ട് മുക്കി കോരി എടുത്തിട്ടുള്ള. അപ്പോൾ ഒരു ഗ്ലാസ്സിന് 4 പൗണ്ടാണ്, നമ്മുടെ നാട്ടിലെ 400 രൂപ. ഞാൻ പണ്ട് കപ്പലണ്ടി മിഠായി മേടിച്ച് നടന്ന ഓർമ്മ വന്നു. അപ്പോൾ എഞ്ചിൻ റൂമിലേക്ക് വന്നിരിക്കുക. ചരിത്രം മുഴുവൻ അവിടെ ഒരു എഴുതി വെച്ചിട്ടുണ്ട്. ഒരു 5 സ്റ്റെപ്പായിട്ടാണ് അതിൻ്റെ എക്സ്പ്ലനേഷൻ നടക്കുന്നത്. കണ്ടോ, 5 സ്റ്റെപ്പായിട്ട് അതിൻ്റെ പൊക്കുന്ന താഴ്ത്തുന്ന വിധം എല്ലാ മെഷീനും നമുക്ക് വിസിബിളാണ്. അതിൻ്റെ എല്ലാ ഇൻസ്ട്രക്ഷൻസും പറഞ്ഞു തരാൻ ആളവിടെ നിൽക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ വായിച്ച് മനസ്സിലാക്കാം. ലൈവ് വീഡിയോയിൽ അവരവിടെ പ്രസൻറ്റ് ചെയ്യണമുണ്ട്. പണ്ട് ഞാൻ പറഞ്ഞ പോലെ സ്റ്റീമിലാണ്. അപ്പോൾ അതിനുള്ള കൽക്കരി കത്തിക്കുന്നത് അവരവിടെ ഡിസൈൻ ചെയ്തിരിക്കുക. ഇത് അനങ്ങുന്നുണ്ട്. ഇത് പാലം പൊന്തിക്കാനല്ല, നമുക്കുള്ള ഡിസ്പ്ലേക്ക് വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാക്കുന്നു. എന്നെ സെറ്റപ്പ് നോക്കിയേ. നിന്റെ വലിപ്പുണ്ടല്ലോടാ. വിശദമായിട്ട് പഠിക്കേണ്ടവർക്ക് നിന്ന് പഠിക്കാട്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ ആസ്വദിച്ച് പോകാം. പണ്ടത്തെ അവർ ഉപയോഗിച്ചിരുന്ന ഓയിൽ അതെല്ലാം അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അവർ. ഒത്തിരി പേര് അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. ഇൻഫർമേഷൻ ബുക്കുകളാണ് പിള്ളേർക്ക്, അതൊക്കെ മറച്ചു നോക്കി വായിക്കാം. പിന്നെ അവിടെ വീഡിയോയിൽ അതിൻ്റെ എങ്ങനെ പാലം പൊന്തിക്കുന്നു, എങ്ങനെയാണ് മെഷീൻ ഓപ്പറേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് അവർ സിഗ്നൽ വരുമ്പോൾ എന്തൊക്കെ ചെയ്യുന്നതെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞ ഒരു ഗിഫ്റ്റ് ഷോപ്പിലേക്ക് നമ്മൾ കിടക്കുന്നത്. അവിടെ ഓർമ്മയ്ക്കായിട്ട് നിങ്ങൾക്ക് മേടിച്ചു കൊണ്ടുപോകാൻ കഴിയാവുന്ന രീതിയിൽ ഒത്തിരി സാധനങ്ങൾ അവിടെ ഉണ്ട്. ഗിഫ്റ്റ് ഷോപ്പാണ്. വിശദമായി നിങ്ങൾക്ക് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം. അത് കഴിഞ്ഞാൽ നമ്മൾ എക്സിറ്റ് ചെയ്യാണ് പാലത്തിൻ്റെ പുറത്തേക്ക്. ഏറ്റവും നല്ലത് നമ്മുടെ ബസ്സിൽ യാത്ര ചെയ്യാന്നുള്ള, പക്ഷേ സമയം ഒത്തിരി പോകും. അപ്പം ഞങ്ങൾ ടാക്സി വിളിച്ചിട്ട് വന്നേ. അപ്പം ഈ ലണ്ടൻ ബ്രിഡ്ജ്, അതായത് ഈ ടവർ ബ്രിഡ്ജ് എന്ന് പറയുന്നത് നമ്മുടെ ലണ്ടൻ ആയിട്ട് അവിടെ നിന്ന് ഇത്തിരി ദൂരമുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു 16 പൗണ്ടാണ് ടാക്സിക്ക് വന്നത്. ഈ ലണ്ടൻ ബ്രിഡ്ജിൽ നിന്ന് പിന്നെ ഞങ്ങൾ പോകുന്നതിന് വിക്ടോറിയ നമ്മുടെ നാഷണൽ എക്സ്പ്രസിൻ്റെ കോച്ച് സ്റ്റേഷനിലേക്കാണ്. അവിടേക്ക് ഒരു 26 പൗണ്ടാണ് വന്നത് ടാക്സിക്ക് കേട്ടോ. ബസ്സാകുമ്പോൾ ഈ ബ്ലോക്കിൽ ഒത്തിരി ടൈം എടുക്കും. ടാക്സി തന്നെ ബ്ലോക്കിൽ പെട്ട് കിടക്കണേ. ബസ്സാകുമ്പോൾ ഇത്തിരി ഡിലേ ആണ്. ഈ പാലത്തിൻ്റെ മുകളിൽ നിന്ന് തന്നെ നമുക്ക് ടാക്സി കിട്ടും. പേടിക്കേണ്ടതൊന്നുമല്ല. രാത്രി വ്യൂ നല്ല കിടുവാണ്. അത്യാവശ്യം തണുപ്പുണ്ട്. അത്യാവശ്യമല്ല, നല്ല രീതിക്ക് തണുപ്പുണ്ട്. അപ്പോൾ ഇപ്പോൾ പോകുന്നവർ പ്രിപ്പയർ ചെയ്ത് പോവുക. സമ്മറിലാണെങ്കിൽ പേടിക്കണ്ട, ധൈര്യമായിട്ട്. അപ്പോൾ രാത്രി വ്യൂവും കൂടെ കിടുക. പിന്നെ മിസ് ചെയ്തൊരു കാര്യം, അടിയിലെ യൂബർ യാത്രയാണ്. 4 പൗണ്ടിന് നമുക്ക് അരമണിക്കൂർ അതിനകത്ത് മൊത്തം കറങ്ങാം തേംസ് നദിയിലൂടെ. ഈ പാലത്തിൻ്റെ നല്ലൊരു വ്യൂ തന്നെ കിട്ടും. ഇപ്പോൾ രാത്രി സമയത്തൊക്കെ അതെടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലതാണ്. അല്ലെങ്കിൽ ഇത്തിരി പൈസ കൊടുത്ത ക്രൂസ് ഉണ്ട് കേട്ടോ. അത് ഇത്തിരി വിലയുണ്ടെന്നുള്ളൂ, പക്ഷേ ആഡംബരമായിരിക്കും. അപ്പോൾ അങ്ങനെ ലണ്ടൻ ബ്രിഡ്ജിനോട് വിട പറയുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണും വരെ വണക്കം.